കഥയുടെ തുടക്കത്തിൽ തന്നെ കൊച്ചിയിലെ ഒരു പള്ളിയിൽ പെരുന്നാൾ ആഘോഷം നടക്കുകയാണ്. ഇതേ സമയം നാട്ടിലെ പയ്യൻസ് എല്ലാം മദ്യപിക്കാനുള്ള പരിപാടിയിലാണ്. പള്ളിയുടെ മുന്നിൽ നിൽക്കുന്ന ഡോണിയെ വിളിച്ച ശേഷം നമുക്ക് 2 പെഗ് അടിച്ചാലോ എന്ന് ഡോണിയുടെ ഫ്രണ്ട് പറയും. അങ്ങനെ ഡോണി തന്റെ ഫ്രണ്ട്സിന്റെ അടുത്ത് പോയി മദ്യപിക്കുകയാണ്. ഇതേ സമയം ഡോണിയുടെ ഫാദർ ഫിലിപ്പിനോട് വൈഫ് തന്റെ ഇളയ മകൻ സേവിയർ ഇപ്രാവശ്യവും പള്ളിപ്പെരുന്നാളിന് വരാത്തതോർത്ത് വിഷമിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഡോണിയുടെ വൈഫ് മിനിയെയും കുഞ്ഞിനെയും കൂട്ടി ഫിലിപ്പും ഫാമിലിയും പള്ളിയിലേക്ക് വരികയാണ്. അപ്പോഴേക്കും ഡോണി അവരുടെ അടുത്തെത്തി തന്റെ വൈഫിനെയും കുഞ്ഞിനെയും കൊണ്ട് പെരുന്നാൾ കാണാനായി പോകും. ഇതേ സമയം ഫിലിപ്പിന്റെ ബാല്യകാല ഫ്രണ്ടായ കരാട്ടെ അന്തോണിച്ചൻ അങ്ങോട്ടേക്ക് വരും. അങ്ങനെ ഫിലിപ്പും അന്തോണിച്ചനും കൂടി പള്ളിപ്പറമ്പിലേക്ക് പോവുകയാണ്. ഇതേ സമയം രാഷ്ട്രീയക്കാരനായ പീറ്ററിനെ സ്കെച്ച് ചെയ്ത് ഡേവിയും ടീമും അങ്ങോട്ടേക്ക് വരും. പീറ്ററുമായുള്ള ഒരു ഇഷ്യൂവിൽ പീറ്ററിനെ കൊല്ലാൻ വേണ്ടിയാണ് അവിടെ എത്തുന്നത്. അങ്ങനെ ആ ഗുണ്ടകളിലെ ഒരുത്തൻ വന്ന് പള്ളിയിലെ അന്നദാനം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫിലിപ്പ് അങ്ങോട്ടേക്ക് വന്ന് പീറ്ററിനോട് ചോദിക്കും, നീ ഏത് ഗുണ്ടകളുമായൊക്കെ എന്തോ പ്രശ്നമുണ്ടായല്ലോ എന്ന് ഞാൻ കേട്ടല്ലോ, എന്തായാലും നീ ഒന്ന് സൂക്ഷിക്കണമെന്ന് ഫിലിപ്പ് പീറ്ററിനോട് പറയും. എന്നാൽ അപ്പോഴേക്കും അന്നദാനത്തിലെ ഇറച്ചി തീരാറാകും. എന്നാൽ ആ ഗുണ്ട അങ്ങോട്ടേക്ക് വന്ന് വീണ്ടും ആരോടും ചോദിക്കാതെ ഇറച്ചി കോരിയിടും. എന്നാൽ അവിടെ വിളമ്പാൻ നിന്ന ഡേവിയുടെ ഫ്രണ്ട്സിന് അതത്ര ഇഷ്ടമായില്ല. കാരണം ഇനിയും ഒരുപാട് ആളുകൾക്ക് ആഹാരം കൊടുക്കാനുള്ളതായിരുന്നു. എന്നാൽ അത് കഴിച്ചു കഴിഞ്ഞ് വീണ്ടും വന്ന് കുറെ ഇറച്ചി അയാളുടെ പ്ലേറ്റിലേക്ക് കോരിയിടും. എന്നാൽ ഇനി തരാൻ ഇറച്ചിയില്ല, കുറെ ആൾക്ക് കൊടുക്കണമെന്ന് പറയുമ്പോൾ ആ ഗുണ്ട അവരെ തെറി വിളിക്കും. അങ്ങനെ അവർ തമ്മിൽ അടിയാവും. എന്നാൽ ഇത് കണ്ട് ഫിലിപ്പ് അങ്ങോട്ടേക്ക് വന്ന് നല്ലൊരു ദിവസമായിട്ട് വഴക്കൊന്നും വേണ്ട, അവന് വേണ്ടത് കൊടുക്കാൻ ഡോണിയുടെ ഫ്രണ്ട്സിനോട് പറയും. എന്നാൽ അപ്പോഴേക്കും ഡേവി അങ്ങോട്ടേക്ക് വന്ന് ആ ഗുണ്ടയോട് അവിടെയുള്ള ആളുകളെ ഡിസ്ട്രാക്ട് ചെയ്യാൻ പറയും. അവൻ പെരുന്നാളിന്റെ പരിപാടി നടക്കുന്ന അങ്ങോട്ടേക്ക് ചെന്ന് ഡാൻസ് കളിക്കാൻ തുടങ്ങും. അതിനുശേഷം സ്ത്രീകളെയൊക്കെ കയറി പിടിക്കും. അപ്പോഴേക്കും ഫിലിപ്പ് അന്തോണിച്ചനോട് ചെന്ന് അവരോട് കുറച്ച് അങ്ങോട്ട് മാറി നിന്ന് ഡാൻസ് കളിക്കാൻ പറയും. എന്നാൽ ആ ഗുണ്ട അന്തോണിച്ചനോടും ഫിലിപ്പിനോടും കയർക്കുന്നത് കണ്ട് ഡോണിയുടെ ഫ്രണ്ട്സ് ആ ഗുണ്ടയുമായി കയ്യാൻ കളിയാകും. അപ്പോഴേക്കും ശബ്ദം കേട്ട് ഡോണി അങ്ങോട്ടേക്ക് പോകും. ഇതേ സമയം ആളുകളുടെ ശ്രദ്ധ മാറിയെന്ന് മനസ്സിലാകുമ്പോൾ രാഷ്ട്രീയക്കാരനായ പീറ്ററിനെ കൊള്ളാൻ ഡേവി പോൾസനെ പറഞ്ഞു വിടും. ആളുകളെ ആ ഗുണ്ട ഡിസ്ട്രാക്ട് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ആ രാഷ്ട്രീയക്കാരനെ കൊല്ലാനായി പോൾസൺ കത്തിയും എടുത്തു പോകും. എന്നാൽ അവിടെ ബഹളം കേട്ട് പോവുകയായിരുന്ന ഡോണി പോൾസനെ തള്ളി മാറ്റും. ഡോണി പള്ളിപ്പറമ്പിലേക്ക് എത്തുമ്പോൾ തന്റെ അച്ഛനുമായി ഒരുത്തൻ പ്രശ്നമുണ്ടാക്കുന്നതാണ് കാണുന്നത്. ഡോണി അങ്ങോട്ടേക്ക് ചെന്ന് അവരോട് പ്രശ്നമുണ്ടാക്കാതെ പോകാൻ പറയുമ്പോൾ അവർ ഡോണിയെ തെറി വിളിക്കും. ദേഷ്യം വന്ന ഡോണി രണ്ടിനെയും ഇടിച്ച് താഴേക്കിടും. അപ്പോഴേക്കും പോൾസൺ കത്തിയുമായി അങ്ങോട്ടേക്ക് വരും. പോൾസന്റെയും മൂക്കിടിച്ച് ഡോണി പൊട്ടിക്കും. അപ്പോഴേക്കും ഡേവി അങ്ങോട്ടേക്ക് വന്നു ആ ഗുണ്ടയെയും പോൾസനെയും ജീപ്പിൽ കയറ്റി കൊണ്ടുപോകും. ഇത് കഴിഞ്ഞ് ഫിലിപ്പും ഫാമിലിയും തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ ഫിലിപ്പ് ഡോണിയോട് പറയും, എനിക്കറിയാൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി നീ ആരുമായി അടിയുണ്ടാക്കാൻ പോകാറില്ല എന്ന്. എന്നാലും ആ പള്ളിപ്പറമ്പിൽ പ്രശ്നം ഉണ്ടാക്കണ്ടായിരുന്നു എന്ന് ഫിലിപ്പ് തന്റെ മകനോട് പറയും. എന്നാൽ പള്ളിപ്പറമ്പിൽ നിന്ന് അടിയും കൊണ്ടുപോയ പോൾസന്റെ ടീം രാത്രി ഡോണിയുടെ വീട്ടിലേക്ക് വന്ന് ഫിലിപ്പിനെ അറ്റാക്ക് ചെയ്യും. ശബ്ദം കേട്ട് ഡോണി പുറത്തേക്ക് വരുമ്പോൾ പിറകിൽ നിന്ന് ഡോണിയുടെ തല അടിച്ചു പൊളിച്ച ശേഷം പോൾസൺ പറയും, ഞാൻ അടിയും കൊണ്ട് പോകുമെന്ന് നീ കരുതിയോ എന്ന്. എന്നാൽ അപ്പോഴേക്കും ചാടി എണീച്ച ഡോണി ആ ഗുണ്ടകളിലെ ഒരുത്തനെ അടിച്ചു വീഴ്ത്തിയ ശേഷം പോൾസനെ എടുത്തിട്ട് പഞ്ഞിക്കിടാൻ തുടങ്ങി. അവിടെ ഉണ്ടായിരുന്ന എല്ലാ ഗുണ്ടകളെയും ഡോണി എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങി. എന്നാൽ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരുത്തൻ ആരും കാണാതെ അകത്ത് കയറി കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തും. എന്നിട്ട് അവർ ഡോണിയെയും ഫിലിപ്പിനെയും ഡോണിയുടെ മമ്മിയെയും അവസാനം ഡോണിയുടെ വൈഫിനെയും എല്ലാവരെയും ബ്രൂട്ടലായി അറ്റാക്ക് ചെയ്യും. അപ്പോഴേക്കും ഡേവി അങ്ങോട്ടേക്ക് വന്ന് പോൾസനെ പിടിച്ചുകൊണ്ട് പോകും. എന്നാൽ ആ കൂട്ടത്തിൽ ഒരുത്തൻ ആ കുഞ്ഞിന്റെ കഴുത്തിലുണ്ടായിരുന്ന മാല വലിച്ചു പൊട്ടിക്കുമ്പോൾ കുഞ്ഞിന്റെ കഴുത്ത് മുറിയും. എന്നാൽ അടുത്ത ദിവസം അന്തോണിച്ചന്റെ മകനും ഡോണിയുടെ ഫ്രണ്ടുമായ സേവിയർ കരാട്ടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഡോണിയുടെ വീട്ടിലുണ്ടായ സംഭവം അവർ അറിയുന്നത്. അങ്ങനെ അന്തോണിച്ചനും സേവിയറും കൂടി ഡോണിയുടെ അടുത്തേക്ക് ചെല്ലും. ഫിലിപ്പ് അന്തോണിച്ചനെ കാണുമ്പോൾ പൊട്ടിക്കരയും. എന്നാൽ ഡോണിയുടെ ഭാര്യയായ സിമിക്ക് കുറച്ച് സീരിയസ് ആയിട്ട് ICUയിൽ അഡ്മിറ്റ് ആണ്. കുഞ്ഞിന്റെയും കഴുത്തിന് നല്ല ഇഞ്ചറി പറ്റിയിട്ടുണ്ട്. സേവിയർ ഡോണിയുടെ അടുത്തെത്തുമ്പോൾ അവൻ അവിടെ ഇരുന്ന് പൊട്ടിക്കരയുകയായിരുന്നു. അപ്പോഴേക്കും ഡോണിയുടെ അമ്മാവനായ DYSP അങ്ങോട്ടേക്ക് വരും. അന്തോണിച്ചനോട് എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കും. പള്ളിപ്പറമ്പിൽ നടന്നതിന്റെ ബാക്കിയായിരുന്നെങ്കിൽ അവർ ഇത്രയും ക്രൂരമായി ആ കുഞ്ഞിനെ വരെ ഉപദ്രവിക്കില്ലായിരുന്നു. ഇതിന് പിന്നിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് എന്ന് പറയും. എന്നാൽ അപ്പോൾ സേവിയർ ഡോണിയോട് ചോദിക്കും, റോബർട്ട് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ എന്ന്. ഡോണിയുടെ അനിയനാണ് റോബർട്ട് ബാംഗ്ലൂരിൽ ഒരു ബാറിൽ ബാർടെൻഡറായി വർക്ക് ചെയ്യുമ്പോഴാണ് തന്റെ ഫാമിലിയെ ഇന്നലെ രാത്രി ആരോ കുറെ പേർ അറ്റാക്ക് ചെയ്തു എന്ന വാർത്ത അവൻ അറിയുന്നത്. അവിടെ നിന്ന് നേരെ ഫ്ലാഷ് ബാക്കിലേക്കാണ് കഥ പോകുന്നത്. വർഷങ്ങൾക്ക് മുമ്പ് കൊച്ചിയിൽ ഒരു ക്രിക്കറ്റ് ടൂർണമെന്റ് നടക്കുകയാണ്. എന്നാൽ വിക്കറ്റ് ആയിട്ടും താൻ വിക്കറ്റ് അല്ല എന്നും പറഞ്ഞ് എതിർ ടീം വഴക്കുണ്ടാക്കുകയാണ്. അതിനുശേഷം അടുത്ത ബോൾ എറിയുമ്പോൾ അവൻ മനഃപൂർവ്വം വിക്കറ്റ് കീപ്പറിന്റെ മുഖം ബാറ്റ് കൊണ്ട് അടിച്ചു പൊളിച്ച ശേഷം അവരുടെ ടീമിലുള്ള എല്ലാവരെയും എടുത്തിട്ട് അടിക്കും. അപ്പോഴേക്കും തന്റെ ഫ്രണ്ട്സിനെ അവർ അടിച്ചുവെന്ന് അറിഞ്ഞ് റോണിയും റോബർട്ടും സേവിയറും അങ്ങോട്ടേക്ക് വരും. അവരവിടെ എത്തിയ ഉടനെ തന്നെ മറ്റേ ടീമിലുള്ളവർ അവരെ വളയും. എന്നാൽ റോണിയും റോബർട്ടും സേവിയറും കൂടെ അവന്മാരെ കണ്ടം പാടം എടുത്തിട്ട് ഇടിക്കും. ഇടി കൊണ്ട് അവന്റെ കൂടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓടും. അതിനുശേഷം സേവിയർ അവന്റെ അടുത്തേക്ക് വന്ന് പറയും, ഇതിന്റെ ബാക്കി വല്ലതും ഉണ്ടെങ്കിൽ കൊച്ചിയിലേക്ക് വന്നാൽ മതിയെന്നും പറഞ്ഞ് അവന്റെ മുഖത്തൊരു ചവിട്ട് കൊടുക്കും. അത് കഴിഞ്ഞ് ക്രിക്കറ്റ് ടൂർണമെന്റിന് പോയി നാട്ടുകാരെ എടുത്ത് അടിച്ച കാര്യം പറഞ്ഞ് അന്തോണിച്ചൻ അവരെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ സിമി എന്നു പേരുള്ള കോളേജിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി അന്തോണിച്ചന്റെ അടുത്ത് വന്ന്, എനിക്ക് കരാട്ടെ പഠിക്കണം, ഒരുത്തനിട്ട് 2 എണ്ണം കൊടുക്കാനാണെന്ന് പറയും. കരാട്ടെ എന്നത് ആരെയും ഉപദ്രവിക്കാനുള്ളതല്ല എന്നും പറഞ്ഞ് അന്തോണിച്ചൻ അവളെ അവിടെ നിന്ന് പറഞ്ഞയക്കും.
അപ്പോഴേക്കും കരാട്ടെ ക്ലാസ് കഴിഞ്ഞ് റോബർട്ടും റോണിയും പുറത്തേക്ക് വരുമ്പോൾ സിമി അവിടെ നിൽക്കുന്നത് കണ്ട് നീ എന്തിനാണ് കരാട്ടെ ക്ലാസ്സിന് വന്നതെന്ന് ചോദിക്കും. എന്റെ കോളേജിൽ ഒരു സാറുണ്ട്, അയാൾ പെൺകുട്ടികളോടൊക്കെ മോശമായാണ് പെരുമാറുന്നത്, അയാൾക്കിട്ട് 2 അടി കൊടുക്കാനാണെന്ന് പറയും. ഇത് കേട്ട റോബർട്ട് സിമിയോട് നീ വണ്ടിയിൽ കയറണമെന്നും പറഞ്ഞ് അവളെയും കൂട്ടി അവളുടെ കോളേജിലേക്ക് പോകും. കോളേജിലെത്തി ആ വൃത്തികെട്ട സാറിനോട് ഇനി നീ പെൺപിള്ളേരോട് അപമര്യാദയായി പെരുമാറുമോ എന്ന് ചോദിച്ച് റോബർട്ട് അയാളെ ഇടിച്ച് നിലത്തിടും. എന്നിട്ട് റോബർട്ട് സിമിയുടെ അടുത്ത് വന്ന് ഇനി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി എന്ന് പറയും. കോളേജിൽ നടന്ന കാര്യമൊക്കെ തന്റെ വീട്ടിലെത്തി തന്റെ മമ്മിയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് രണ്ടുപേരും. അപ്പോഴേക്കും ഫിലിപ്പ് അങ്ങോട്ടേക്ക് വന്ന് കോളേജിൽ തല്ലുണ്ടാക്കിയതിന് റോണിയെയും റോബർട്ടിനെയും വഴക്ക് പറയും. തിരിച്ച് റൂമിലേക്ക് വരുമ്പോൾ റോണി റോബർട്ടിനോട് ചോദിക്കും നിനക്ക് ആ സിമിയെ ഇഷ്ടമാണല്ലേ എന്ന്. അപ്പോൾ റോബർട്ട് പറയും നിനക്ക് മിനി ചേച്ചി ഇഷ്ടമല്ലേ, അപ്പോൾ എനിക്ക് സിമിയെയും ഇഷ്ടമാണെന്ന് റോബർട്ട് പറയും. അടുത്ത ദിവസം റോബർട്ട് ക്രിക്കറ്റ് കളിച്ചുകൊണ്ടിരിക്കുന്ന ഗ്രൗണ്ടിന്റെ അടുത്താണ് സിമി ഡാൻസ് പ്രാക്ടീസ് ചെയ്യുന്നത്. സിമിയുടെ ഡാൻസ് മാസ്റ്റർ കുറച്ച് ഞരമ്പാണ്. അപ്പോഴേക്കും സിമിയുടെ കൂട്ടുകാരിയുടെ പിന്നാലെ ഫോളോ ചെയ്ത ഒരു പൂവാലൻ അങ്ങോട്ടേക്ക് എത്തും. എന്നാൽ സിമി തന്റെ കൂട്ടുകാരിയെയും വിളിച്ചുകൊണ്ട് റോബർട്ടിന്റെ അടുത്തെത്തിയ ശേഷം റോബർട്ടിനോട് പറയും നിൽക്കുന്നവൻ കുറെ നാളായി ഇവളെ ശല്യപ്പെടുത്തുകയാണ്, അവനെ ഒന്ന് പേടിപ്പിച്ചു വിടണമെന്ന്. എന്നാൽ റോബർട്ട് മിനിയുടെ ഫ്രണ്ടിനോട് പറയും നീ ധൈര്യമായി അവനോട് ചെന്ന് പറഞ്ഞാൽ മതി, ഇനി എന്റെ പിറകെ നടക്കരുത് എന്ന്. അങ്ങനെ റോബർട്ട് പറഞ്ഞത് കേട്ട് മിനിയുടെ ഫ്രണ്ട് അവനോട് അങ്ങനെ പോയി പറയുമ്പോൾ ഇനി താൻ ശല്യപ്പെടുത്താൻ വരില്ല എന്ന് ഗുഡ് ബൈയും പറഞ്ഞ് അവൻ അവിടെ നിന്ന് പോകും. അങ്ങനെ മിനിയുടെ ഫ്രണ്ട് റോബർട്ടിന്റെ അടുത്ത് വന്ന് താങ്ക്സ് പറയുമ്പോൾ റോബർട്ട് അവളോട് പറയും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് ഓപ്പണായി പറഞ്ഞാൽ മതി, എല്ലാം സോൾവ് ആകുമെന്ന്. അപ്പോൾ മിനി റോബർട്ടിനോട് കൊഞ്ചിക്കുഴിഞ്ഞ് ചോദിക്കും നിനക്ക് എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്ന്. അങ്ങനെ അവിടെ വെച്ച് അവർ രണ്ടുപേരും ഇഷ്ടത്തിലാകും. അതിനുശേഷം ഡോണിയുടെ ലവർ മിനിയും റോബർട്ടിന്റെ ലവർ സിമിയും പരിചയപ്പെടുകയും അവർ നല്ല ഫ്രണ്ട്സ് ആവുകയും ചെയ്യും. അങ്ങനെ ഒരു ദിവസം സിമിയും റോബർട്ടും കൂടി ബൈക്കിൽ വരുമ്പോൾ സിമി റോബർട്ടിനോട് പറയും നമ്മളൊരു മതമല്ലാത്തതിനാൽ എന്റെ വീട്ടിൽ സമ്മതിക്കാൻ പാടായിരിക്കും, അറ്റ്ലീസ്റ്റ് നിനക്കൊരു ജോലിയെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ വീട്ടിൽ പറയാമായിരുന്നു എന്ന് സിമി റോബർട്ടിനോട് പറയും. എല്ലാത്തിനും വഴിയുണ്ടാക്കാമെന്ന് റോബർട്ട് സിമിക്ക് വാക്കുകൊടുക്കും. അങ്ങനെ റോബർട്ട് സേവിയറിന്റെ അടുത്തെത്തി സിമിയെ എത്രയും വേഗം കല്യാണം കഴിക്കണം, പക്ഷെ അതിന് ഡോണിയുടെ കല്യാണം കഴിഞ്ഞല്ലേ എന്റെ കല്യാണം നടക്കൂ എന്ന് പറയും. എന്നാൽ അതിനൊക്കെ വഴിയുണ്ടാക്കാമെന്ന് സേവിയർ റോബർട്ടിനോട്. അങ്ങനെ സേവിയർ പറഞ്ഞതനുസരിച്ച് റോബർട്ട് ഡോണിയുടെ ലവർ മിനിയുടെ അടുത്തെത്തി പറയും ഡോണിക്ക് വീട്ടിൽ കല്യാണാലോചന നടക്കുന്നുണ്ട്, നീ എത്രയും വേഗം നിങ്ങളുടെ കാര്യം എന്റെ അപ്പനോട് പോയി പറഞ്ഞ് നിങ്ങളുടെ കല്യാണ കാര്യം സെറ്റാക്കാൻ പറയും. അങ്ങനെ മിനി താനും ഡോണിയും തമ്മിൽ ഇഷ്ടത്തിലാണെന്ന് ഫിലിപ്പിന്റെ അടുത്ത് പോയി പറയും. ഫിലിപ്പ് ഞാൻ അവന്റെ അമ്മയോട് കൂടി സംസാരിച്ച ശേഷം മോളുടെ വീട്ടിലേക്ക് വരാമെന്ന് മിനിക്ക് വാക്ക് കൊടുക്കും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കൊച്ചിൻ കാർണിവലിന് പോകുമ്പോൾ ഡോണി റോബർട്ടിനോടും സേവിയറിനോടും പറയും ഈ ന്യൂ ഇയർ കഴിഞ്ഞാൽ എന്റെയും മിനിയുടെയും കല്യാണം നടത്താമെന്നാണ് അപ്പച്ചൻ പറഞ്ഞതെന്ന് പറയും. എന്നാൽ അവരെ സ്കെച്ച് ചെയ്ത് അന്ന് ആ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ അടിയുണ്ടാക്കിയവനും അവിടെ ഉണ്ടായിരുന്നു. അവൻ ഉടനെ തന്നെ കോളനിയിലെ ഗുണ്ടയായ ജെയ്സനോട് പോയി അവരിവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറയും. അപ്പോൾ ജെയ്സന്റെ അനിയൻ പോൾസൺ ജെയ്സനോട് പറയും നമ്മൾ ആരാണെന്ന് അവന്മാർക്ക് ഇവിടെ വെച്ച് കാണിച്ചു കൊടുക്കണമെന്ന്. എന്നാൽ അന്ന് കാർണിവലിൽ സിമിയുടെ ഡാൻസ് പ്രോഗ്രാം ഉണ്ടായിരുന്നു. ഡാൻസ് പ്രോഗ്രാമും കണ്ട് റോബർട്ട് നിൽക്കുമ്പോഴാണ് ആ ഡാൻസ് മാസ്റ്റർ സിമിയോട് അപമര്യാദയായി പെരുമാറുന്നത് റോബർട്ട് ശ്രദ്ധിക്കുന്നത്. റോബർട്ടിന് ഇത് കണ്ട് ദേഷ്യം വന്ന് നിൽക്കുമ്പോൾ ജെയ്സൺ അങ്ങോട്ടേക്ക് വന്ന് റോബർട്ടുമായി വിഷയമുണ്ടാക്കും. എന്നിട്ട് ഇനി നീ മിനിയുടെ പിറകെ നടക്കരുതെന്ന് വാൺ ചെയ്യും. ഇത് കേട്ട റോബർട്ട് ജെയ്സനെ ഇടിച്ച് താഴേക്ക് ഇടും. എന്നാൽ അപ്പോൾ ജെയ്സന്റെ ടീം അങ്ങോട്ടേക്ക് വന്ന് റോബർട്ടിനെ പിടിച്ച് പുറത്തേക്ക് തള്ളും. ഇതേ സമയം സേവിയറും ഡോണിയും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. എന്നിട്ട് റോബർട്ടും റോണിയും സേവിയറും കൂടി എല്ലാത്തിനെയും എടുത്തിട്ട് ഇടിക്കാൻ തുടങ്ങും. അവർ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിലും അവരുടെ മൊത്തം ഗ്യാങ്ങിനെ അവർ ഇടിച്ച് സെറ്റാക്കി. എന്നാൽ അപ്പോഴേക്കും ജെയ്സൺ വീണ്ടും അവന്റെ ടീമിനെയും കൊണ്ട് അങ്ങോട്ടേക്ക് വന്നു. എന്നാൽ ഇതിനിടയിൽ ജെയ്സൺ അവിടെ കിടന്നൊരു തടിയെടുത്ത് റോബർട്ടിന്റെ മുഖത്തടിക്കും. റോബർട്ട് അത് പിടിച്ചു വാങ്ങി ജെയ്സന്റെ കാലടിച്ചൊടിക്കും. ഇനി അവിടെ നിന്നാൽ പ്രശ്നമാവുമെന്ന് മനസ്സിലാക്കി അവർ ഫിലിപ്പിന്റെയും അന്തോണിച്ചിന്റെയും അടുത്തേക്ക് വന്നു. അപ്പോഴേക്കും ഫിലിപ്പിന്റെ അളിയനായ DYSP അങ്ങോട്ടേക്ക് വന്ന് പറയും യവന്മാർ അടി ഉണ്ടാക്കിയത് ആ കോളനിയിലെ പയ്യന്മാരുമായിട്ടാണ്. ഒരുത്തന് വളരെയധികം സീരിയസ് ആണ്, ഇവന്മാരെ ഇവിടെ നിന്ന് മാറ്റിയില്ലെങ്കിൽ അവന്മാർ ഇവിടെ വന്ന് എല്ലാത്തിനെയും കൊല്ലുമെന്ന് പറയും. അപ്പോഴേക്കും റോബർട്ട് തന്റെ അച്ഛനോട് പറയും എനിക്ക് സിമിയെ ഇഷ്ടമാണ്, സിമിയെ കാണാൻ വേണ്ടിയാണ് പോയതെന്ന്. എന്നാൽ ദേഷ്യം വന്ന ഫിലിപ്പ് നിന്നെ കാരണമാണ് ഇങ്ങനെയൊക്കെ ഉണ്ടായതെന്നും പറഞ്ഞ് റോബർട്ടിനെ അടിക്കും. എന്നാൽ DYSPയും ഫിലിപ്പും കൂടി ജെയ്സന്റെ അടുത്തെത്തി എല്ലാം പറഞ്ഞ് കോംപ്രമൈസ് ആക്കും. എന്നാൽ ജെയ്സന്റെ അനിയൻ പോൾസന് അതത്ര ഇഷ്ടമല്ലായിരുന്നു. തിരിച്ച് വീട്ടിലെത്തിയ ഫിലിപ്പ് ഡോണിയോട് പറയും ഞാൻ കുഞ്ഞു ചെറുക്കനെ അടിച്ചത് തെറ്റായി പോയി, പക്ഷെ ഇപ്പോൾ അവൻ ഇവിടെ നിൽക്കുന്നത് ശരിയാവില്ല എന്ന് പറഞ്ഞു റോബർട്ടിനെ തങ്ങളുടെ റിലേറ്റീവിന്റെ വീടായ ബാംഗ്ലൂരിലേക്ക് അയക്കും. അതിനുശേഷം റോബർട്ട് നാട്ടിലേക്ക് മടങ്ങി വന്നിട്ടില്ല. എന്നാൽ തന്റെ ഫാമിലിയെ ആരോ അറ്റാക്ക് ചെയ്തു എന്നറിഞ്ഞ് റോബർട്ട് വീണ്ടും നാട്ടിലേക്ക് വരികയാണ്. ഹോസ്പിറ്റലിലെത്തിയ റോബർട്ടിനെ കണ്ട് ഡോണി കെട്ടിപ്പിടിച്ച് കരയും. ടോണി കുഞ്ഞിനെയും തന്റെ അമ്മയെയും പോയി കണ്ടെങ്കിലും തന്നെ ബാംഗ്ലൂരിലേക്ക് പറഞ്ഞയച്ച ദേഷ്യം ഇപ്പോഴും ഉള്ളതിനാൽ അപ്പനോടൊന്നും മിണ്ടിയില്ല. എന്നാൽ ഇതേ സമയം DYSP ആ ഡേവിയെ അറസ്റ്റ് ചെയ്യും. അതൊക്കെ കഴിഞ്ഞ് ഡോക്ടർ ഫിലിപ്പിനോട് വന്ന് പറയും മിനി ഇപ്പോൾ ഓക്കെയാണ്, എന്നാലും കുറച്ച് ദിവസം കൂടി ICUയിൽ കഴിയണമെന്ന്. DYSPയും അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു. DYSP അവരോട് പറയും ആ ഡേവിയെ ഞാൻ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് പറയും. എന്നാൽ നമുക്ക് കേസൊന്നുമില്ല, എല്ലാം പുറത്ത് വെച്ച് തീർക്കാമെന്ന് റോണിയും റോബർട്ടും പറയും. എന്നാൽ അത് കഴിഞ്ഞ് റോണിയും റോബർട്ടും അന്ന് പള്ളിപ്പെരുന്നാളിനെടുത്ത ഫോട്ടോസ് നോക്കി തങ്ങളുടെ വീട്ടിൽ കയറി ഒരുത്തനെ കണ്ടുപിടിക്കും. അങ്ങനെ അവൻ കൊച്ചിയിലെ ഒരു ബോട്ടിലാണ് വർക്ക് ചെയ്യുന്നതെന്ന് അറിഞ്ഞ് റോബർട്ട് ആ ബോട്ടിൽ കയറിയ റോബർട്ട് അവനെ തുറിച്ചു നോക്കും. അവനും എന്തോ ഒരു പന്തികേട് തോന്നും. അങ്ങനെ ബോട്ടിന്റെ അവസാനത്തെ സ്റ്റോപ്പ് എത്തുമ്പോൾ
ആ ഗുണ്ട റോബർട്ടിന്റെ അടുത്തെത്തി എന്താടാ നീ കുറെ നേരമായി നോക്കുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കത്തിയെടുത്ത് റോബർട്ടിനെ കുത്താനായി ഒരുങ്ങി ഉടനെ തന്നെ റോബർട്ട് അവനെ തൂക്കിയെടുത്ത് ബോട്ടിന്റെ മുകളിലേക്ക് എടുത്ത് അടിക്കും. അതിനുശേഷം ദൂരേക്ക് ചവിട്ടി വീഴ്ത്തുമ്പോൾ അവൻ ബോട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. അവൻ നേരെ ഓടിയെത്തുന്നത് പുറത്തുള്ള ഡോണിയുടെ അടുത്തേക്കാണ്. അപ്പോഴേക്കും ഡോണിയും റോബർട്ടും കൂടി അവനെ ഗോൾ അടിക്കും പോലെ ചവിട്ടി താഴേക്ക് ഇട്ട ശേഷം ഇന്ന് വീട്ടിൽ കയറിയത് ആരൊക്കെയാണെന്ന് ചോദിക്കുമ്പോൾ പോൾസൺ ആണെന്ന് പറയും. പറഞ്ഞ ശേഷവും റോബർട്ട് അവന്റെ മുഖം ചവിട്ടി പൊളിക്കും. അടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഹോസ്പിറ്റലിലേക്ക് വരുമ്പോൾ സേവിയർ അവരെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. സേവിയർ അവരോട് പറയും അകത്ത് അടികൊണ്ട് കിടക്കുന്നത് എന്റെയും കൂടി ഫാമിലിയാണ്, അത് നീയൊക്കെ ഓർത്താൽ നല്ലതെന്നും പറഞ്ഞ് സേവിയർ ബൈക്കും എടുത്ത് പോകും. അടുത്ത ദിവസം പോൾസന്റെ ഫ്രണ്ട് അവനോട് പറയും നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവനെ ഇന്നലെ ആരോ എടുത്ത് പഞ്ഞി കിട്ടുമെന്ന്. അടുത്ത ദിവസം ജയിലിലെത്തി ഡേവിയെ കാണാൻ വരുന്ന പോൾസനോട് ഡേവി പറയും നീയൊക്കെ പുറത്ത് ഇങ്ങനെ നടന്നാൽ പോരാ, നമ്മുടെ ചരക്ക് ഉടനെ തന്നെ ബാംഗ്ലൂർ എത്തിക്കണമെന്ന്. ഇതേ സമയം മിനിയുടെ അടുത്തിരിക്കുന്ന റോണി അവളോട് പറയും നിന്റെ ഹെൽത്ത് ഏറെക്കുറെ ഓക്കെ ആയി വരുന്നുണ്ട്, നമുക്ക് ഉടനെ തന്നെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ പോകാനാകുമെന്ന്. അങ്ങനെ റോഡിൽ വെച്ച് അന്ന് തങ്ങളുടെ വീട്ടിൽ കയറിയവനെ സ്പോട്ട് ചെയ്ത റോണിയും റോബർട്ടും കൂടി അവനെ ഫോളോ ചെയ്ത് പോകും. എന്നാൽ അവൻ ഗുണ്ടകളുള്ള മഹാരാജ കോളനിയിലുള്ളതാണെന്ന് അറിഞ്ഞ് റോണിയും റോളക്സും മഹാരാജ കോളനിയുടെ ഉള്ളിലേക്ക് കയറി. എന്നാൽ റോബർട്ടും റോണിയും കോളനിയിൽ കയറിയത് കണ്ട് ഒരുത്തൻ ഉടനെ തന്നെ പോൾസനെ വിളിച്ച് പറയും അന്ന് ബോട്ടിൽ അടി ഉണ്ടാക്കിയവന്മാർ ഇപ്പോൾ കോളനിയിൽ എത്തിയിട്ടുണ്ട്. ബാംഗ്ലൂരിലുള്ള പോൾസൺ ഉടനെ തന്നെ റോയിയെ വിളിച്ച് പറയും രണ്ടവന്മാർ നമ്മുടെ കോളനിയിൽ കയറിയിട്ടുണ്ട്, ഇനി അവന്മാരെ ജീവനോടെ പുറത്തേക്ക് വിടരുതെന്ന് പറയും. ഇതേ സമയം റോണിയും റോബർട്ടും ഫോളോ ചെയ്ത് വന്നവനെ അടിക്കാനായി ഒരു ഇരുമ്പ് കമ്പിയുമായി അവന്റെ അടുത്ത് എത്തുമ്പോഴേക്കും അവൻ ഒരു കുപ്പി എടുത്ത് റോബർട്ടിന്റെ തലക്കടിക്കുകയും അവർ രണ്ടുപേരും അവിടെ വീഴുകയും ചെയ്യും. എന്നാൽ അപ്പോഴേക്കും അവിടേക്ക് എത്തിയ എല്ലാ ഗുണ്ടകളും റോബർട്ടിനെയും റോണിയെയും വളയുമെങ്കിലും അവർ രണ്ടുപേരും അവന്മാരെ എല്ലാത്തിനെയും ഇടിച്ച് സെറ്റാക്കും. ഇതിനിടയിൽ കുറെ ഗുണ്ടകൾ റോബർട്ടിനെ വെട്ടാനായി വാളുമെടുത്ത് റോബർട്ടിന്റെ പിന്നാലെ ഓടും. റോബർട്ട് അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. ഇതേ സമയം വേറെ ഒരു കൂട്ടം ഗുണ്ടകൾ റോണിയുടെ അടുത്തേക്ക് എത്തി റോണിയെ പിടിച്ച് ഭിത്തിയിൽ ചേർത്ത് വെച്ച ശേഷം ഒരുത്തൻ മുകളിൽ നിന്ന് കയറിട്ട് റോണിയുടെ കഴുത്തിൽ കുരുക്കി മുകളിലേക്ക് ഉയർത്തി കെട്ടി തൂക്കാനായി ഒരുങ്ങും. അപ്പോഴേക്കും സേവിയർ അങ്ങോട്ടേക്ക് വരും. സേവിയർ തന്റെ നഞ്ചക്കെടുത്ത് ഓരോരുത്തരെയായി അടിച്ച് താഴേക്ക് വീഴ്ത്തും. തന്റെ കയ്യിൽ കിട്ടിയ ഒരുത്തന്റെ മുഖം സേവിയർ റോഡിലിട്ട് ഉരയ്ക്കും. അതിനുശേഷം റോണിയുടെ അടുത്ത് വന്ന് റോണിയുടെ കഴുത്തിലെ കുരുക്കെല്ലാം എടുക്കും. ഇതേ സമയം റോബർട്ടിനെ വെട്ടാനായി ഒരു കൂട്ടം ഗുണ്ടകൾ റോബർട്ടിന്റെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു. റോബർട്ട് ഒരു വീടിന്റെ ഡോർ ഓപ്പൺ ആക്കി അതിനുള്ളിൽ കയറുമ്പോഴാണ് തന്റെ പഴയ ലേബർ സിമി അവിടെ നിൽക്കുന്നത് കാണുന്നത്. ഇതേ സമയം സേവിയർ ഡോണിയെയും കൂട്ടി കോളനിയിൽ നിന്ന് രക്ഷപ്പെടാനായി ബൈക്കുമെടുത്ത് വരുന്ന വഴിക്ക് ആ റോയ് എന്ന് പേരുള്ള ഗുണ്ട സേവിയറിനെ സൈഡിൽ നിന്ന് അടിച്ചു വീഴ്ത്തും. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് എത്തിയ ഡോണി അവനെ പിടിച്ച് അവന്റെ മുഖത്ത് തുടരെ ഇടിക്കാൻ തുടങ്ങും. എന്നിട്ട് അന്ന് തന്റെ കുഞ്ഞിന്റെ കഴുത്തിൽ നിന്നും പൊട്ടിച്ചെടുത്ത മാല അവന്റെ കഴുത്തിൽ നിന്ന് ഡോണി വലിച്ചു പൊട്ടിക്കിട്ടി. ഇതേ സമയം സിമി റോബർട്ടിനോട് പറയും നീ വേഗം ജീവനും കൊണ്ട് ഇവിടുന്ന് രക്ഷപ്പെടാം. അങ്ങനെ ആ കോളനിയിൽ നിന്നും ഒരു ബൈക്കിൽ അവർ രണ്ടുപേരും രക്ഷപ്പെട്ടു വരുന്ന വഴിക്ക് സേവിയറിന്റെ കൺട്രോൾ പോയി ബൈക്ക് ആക്സിഡന്റ് ആവും. അന്ന് രാത്രി ആ ഗുണ്ടകളിലെ ഒരുത്തൻ പോൾസനെ വിളിച്ചു പറയും പണ്ട് നിന്റെ ചേട്ടൻ ജെയ്സന്റെ കാലടിച്ചൊടിച്ചവന്മാരാണ് ഇന്ന് കോളനിയിൽ എത്തി റോയിയെയും ഈ അവസ്ഥയിലാക്കിയതെന്ന് വിളിച്ചു പറയും. ഇതേ സമയം ആക്സിഡന്റ് പറ്റി ബോധം പോയ സേവിയറിനെ എടുത്തുകൊണ്ട് റോണിയും റോബർട്ടും ഹോസ്പിറ്റലിൽ വരും. സേവിയറിന് ബോധം വന്ന ശേഷം പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇനി എന്ത് പ്രശ്നം വന്നാലും നമ്മൾ അതിനെ ഒരുമിച്ച് നേരിടുമെന്ന് പറയും. അടുത്ത ദിവസം സിമി ഹോസ്പിറ്റലിലേക്ക് വന്ന് ഫിലിപ്പിനെയും ഫാമിലിയെയും കാണും. അവിടെ വെച്ച് റോബർട്ടും സിമിയും വീണ്ടും കാണും. സിമി എല്ലാ കാര്യങ്ങളും റോബർട്ടിനോട് പറയും ഈ പോയ ശേഷം നിന്റെ അച്ഛൻ എന്നെ കാണാൻ വന്നിരുന്നു, പക്ഷെ എന്റെ വീട്ടുകാർ എന്നെ നിർബന്ധിച്ച് വേറൊരാളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുകയായിരുന്നു എന്ന് പറയും. അങ്ങനെ അന്ന് രാത്രി ഡോണി മിനിക്ക് ആഹാരം കൊടുത്ത ശേഷം ICU വാർഡിൽ നിന്ന് പോകുമ്പോഴേക്കും ആ ഗുണ്ടകളിലെ ഒരുത്തം വന്ന് മിനിയെ കൊല്ലാനായി ഒരുങ്ങുമ്പോഴേക്കും ഡോണി അങ്ങോട്ടേക്ക് എത്തും. ഡോണി അവനെ പിടിച്ച് ഇടിച്ച് സെറ്റാക്കുമെങ്കിലും അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടും. അപ്പോഴേക്കും റോബർട്ടും ഡോണിയുടെ അടുത്തേക്ക് ഓടിയെത്തും. എന്നിട്ട് അവർ അച്ഛന്റെയും അമ്മയുടെ അടുത്ത് വന്ന് പറഞ്ഞു ഇവിടെ നിൽക്കുന്നത് സേഫ് അല്ല, ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണമെന്നും. അങ്ങനെ ഒരു ആംബുലൻസും എടുത്ത് അവർ ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാനായി ഒരുങ്ങുമ്പോഴേക്കും ഗുണ്ടകളും പോൾസനും അങ്ങോട്ടേക്ക് എത്തി അവരുടെ വണ്ടി വളയും. ഒരു വഴിയും ഇല്ലാതെ റോബർട്ട് ആംബുലൻസ് പിറകോട്ട് എടുക്കുമ്പോഴേക്കും ഫിലിപ്പ് അവനോട് പറയും നമ്മൾ ഇവരെ പേടിച്ച് ഓടാൻ തുടങ്ങിയാൽ എത്ര കാലം ഓടും, നമ്മൾ ഈ രാത്രി അതിജീവിക്കുമോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷെ എല്ലാം ഈ രാത്രി തന്നെ കെട്ടടങ്ങണമെന്ന് പറയും. അപ്പോഴേക്കും ആംബുലൻസ് നിർത്തി റോണിയും റോബർട്ടും ആംബുലൻസിന് പുറത്തിറങ്ങി ഓരോരുത്തരന്മാരെ അടിക്കാൻ തുടങ്ങും. തന്റെ കയ്യിൽ കിട്ടിയ എല്ലാവരെയും റോബർട്ട് ഇടിച്ചു വീഴ്ത്തുമ്പോൾ റോണി ആകട്ടെ തന്റെ കയ്യിൽ കിട്ടിയ ഒരുത്തനെ തൂക്കിയെടുത്ത് ദൂരമൊക്കെ എറിയും. ഇപ്പോഴേക്കും ഒരുത്തൻ ആംബുലൻസിന്റെ ഉള്ളിലേക്ക് കയറാൻ ഒരുങ്ങുമ്പോൾ സേവിയർ അവനെ അടിച്ചു വീഴ്ത്തും. പുറത്തിറങ്ങിയ സേവിയർ തന്റെ കയ്യിൽ കിട്ടിയ എല്ലാവരെയും അടിച്ചു പറത്തും. അപ്പോഴേക്കും പോൾസൺ അങ്ങോട്ടേക്ക് വന്ന് സേവിയറിനെ അടിക്കും. സേവിയറിന്റെ കയ്യിലെ നഞ്ചക്ക് തെറിച്ച് പോകുമ്പോഴേക്കും പഴയ കരാട്ടക്കാരനായ അന്തോണിച്ചൻ ആ നഞ്ചക്ക് പിടിച്ചു വാങ്ങിയ ശേഷം ബാക്കിയുണ്ടായിരുന്ന എല്ലാ ഗുണ്ടകളെയും അടിച്ച് സെറ്റാക്കി അവിടെ നിന്ന് ഓട്ടിക്കും. അപ്പോഴേക്കും റോബർട്ടും റോണിയും സേവിയറും പോൾസന്റെ അടുത്തേക്ക് എത്തി അവനെ ഇടിച്ച് ഇഞ്ച പരികമാക്കും. എന്നിട്ട് റോബർട്ട് പോൾസന്റെ അടുത്ത് വന്ന് പറയും എഴുന്നേറ്റ് നിൽക്കാറാകുമ്പോൾ പ്രതികാരം വീട്ടാൻ വരാൻ ഞാൻ പറയില്ല, കാരണം നിനക്കിനി നിന്റെ ജീവിതത്തിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയില്ല എന്ന് പറയും. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വളരെ സന്തോഷത്തോടു കൂടിയാണ് അവരുടെ ഫാമിലി ഉള്ളത്. റോണിയുടെ മകളുടെ ബർത്ത്ഡേ ആഘോഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ DYSP ഒരുത്തൻ വിളിച്ച് ഡേവി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടെന്ന് പറയും. അങ്ങനെ ജയിലിൽ നിന്ന് തിരിച്ചു വരുന്ന ഡേവിയെയും കാത്ത് അവർ 3 പേരും വഴിയിൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. ഡേവി അവർ 3 പേരും അവിടെ വെച്ച് അടിച്ച് സെറ്റാക്കും. ഈ ഒരു സീനോട് കൂടി ഈ സിനിമയുടെ അവസാനിക്കുകയാണ്. കഥ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി ഒന്ന് പരിഗണിക്കണം.